രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ്. സാധാരണ ദോശമാവിൻ്റെ കൂടെ ചേർത്ത് ദോശയാക്കിയും പുട്ടുണ്ടാക്കിയൊക്കെ കഴിക്കാറുണ്ട്. അതിനേക്കാൾ ടേസ്റ്റിയായിട്ട് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് വരകാണ്. ഒരു കവറ് തിനയുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് തട്ടി കൊടുക്കാം. ഇത് വരകാണ്. ഇത് തിനയാണ്. ഇത് 1/2 കിലോയുടെ കവറാണ്. 1 കിലോയുടെ കവർ വാങ്ങാൻ കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉരുളിയിലേക്ക് തട്ടിക്കൊടുക്കാം. ഈ ഉരുളിയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലെ പൊടിച്ചെടുക്കണം. തരികൾ കൂടുതലാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വീണ്ടും പൊടിക്കാം. ഒരു വലിയ തേങ്ങയാണ്, അത് ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മിക്സിയുടെ ജാറിലാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ക്രഷ് ചെയ്തതാണ്, അത് ഇതിലേക്കിടാം. ബാക്കിയുള്ള തേങ്ങയും അതുപോലെ ഒരു 3/4 സ്പൂൺ ഉപ്പും ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നടിച്ച് ഇതിലേക്കിടാം. ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. തേങ്ങയും മാവുമായിട്ട് നമ്മൾ അരിമാവിൽ അവലേസ് പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഇതും വറുത്തെടുക്കേണ്ടത്. കുറച്ചുകൂടെ വെള്ളവും തളിച്ചു കൊടുക്കാം. ഈർപ്പം കുറവാണ്. കട്ടകളില്ലാതെ നന്നായി യോജിപ്പിച്ചെടുക്കണം. 1 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ നിറയെ നെയ്യ്. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാനായി അടുപ്പിലേക്ക് വയ്ക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിപ്പോൾ വറുത്തെടുക്കാം. ഇത് അടിക്ക് പിടിക്കില്ല, ചുവട് കട്ടിയുള്ള പാത്രമായതുകൊണ്ട്. ഒരു 3/4 പരുവാകുമ്പോൾ വേണമെങ്കിൽ 2-3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വെയിറ്റ് കുറയ്ക്കാനായി ഉപയോഗിക്കുന്നവർക്ക് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. മാവ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ രുചികരമായ നമ്മുടെ മില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പഴവും കൂട്ടി കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.